ഇത് കാണുമ്പോ നിങ്ങള് വിചാരിക്കും, ഇന്ന് നമ്മളൊരു ഡ്രസ് ഹോളാണ് ചെയ്യണേന്ന്. അല്ല. പലർക്കുള്ളൊരു പ്രശ്നാണ് നമ്മൾ ഈ വീഡിയോയില് കാണുന്നത് കേട്ടോ. പലരും അനുഭവിച്ചു പോരുന്നൊരു പ്രശ്നം. നമ്മളിൽ നിങ്ങളിൽ ഒരാളാണ് നിങ്ങള് അല്ലെങ്കിൽ നിങ്ങളാണ് ഈ വീഡിയോയില് ട്ടോ. എന്താന്നറിയോ? ഒരു ഡ്രസ്സ് മേടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഇട്ട് നോക്കി ശുഭം. ആ വീഡിയോ ഇതൊന്ന് കണ്ടു നോക്ക് നിങ്ങള്. കണ്ടില്ലേ? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വീണ്ടും മൂന്നാമതൊരു ഒരു 8 മാസൊക്കെ പ്രഗ്നന്റ് ആയ പോലെ ഇരിക്കണ്. എനിക്കറിയില്ല. എന്റെ വയറ് കൊറയും കൂടും, കൊറയും കൂടും. ഞാൻ ഭയങ്കര ടെൻഷനിലാട്ടാ. സത്യം പറഞ്ഞാ എന്റെ കോൺഫിഡൻസ് ഫുള്ള് പോയി ഈ ഡ്രസ് ഇട്ടപ്പോ. ഞാൻ ആക്ച്വലി എം സൈസ് മേടിച്ചിട്ട് ഞാൻ ഇടും തന്നെയാണ്. പക്ഷെ കുറച്ച് നാളായിട്ട് എനിക്ക് വന്നൊരു പ്രശ്നാണിത്. ഞാൻ ദേ ഞാൻ ഒന്നും വെച്ചിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല. എന്റെ വയറാണ്. എനിക്കറിയില്ല. വയറും ബട്ടക്സും കൊറയില്ല. തീരെ കൊറയില്ല. കൂടും കുറയും, കൂടും കുറയും. ഇങ്ങനെ നിക്കായിരുന്നു ട്ടോ. ഞാൻ എന്താ പറയാ കോൺഫിഡൻസ് ലെവല് ഫുള്ള് പോവും. അപ്പോ ഞാൻ ഈ ഡ്രസ്സ് വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഇനി ഇടില്ലാന്ന് വെച്ചിട്ട്. ഇപ്പൊ ഏകദേശം ഒരു മാസം 1 1/2 മാസായിട്ടുണ്ട്. ഞാൻ ആ ഡ്രസ്സ് ഇടണംന്ന് ആലോചിച്ച് ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതുപോലെ പലർക്കും ഉണ്ടായിണ്ടാവും. ഈ ഡ്രസ്സ് കണ്ടാ അറിയാം. ഞാൻ ചുരുട്ടി കൂട്ടി വലിച്ചെറിഞ്ഞു കളഞ്ഞു. അത്രയ്ക്ക് എനിക്ക് വിഷമായിരുന്നു അത് ഇട്ടപ്പോ. അന്നത്തെ ദിവസം എന്റെ പോയിണ്ടായിരുന്നു കോൺഫിഡൻസ് ലെവല് മൊത്തം പോയി. അന്നത്തെ ദിവസമല്ല കുറെ നാള് കൊണ്ട്. പക്ഷേ ഈ ഡ്രസ്സിന്റെ കോലം കണ്ടില്ലേ? എവിടുന്നോ വലിച്ചു കൊടന്ന പോലെയാണ് ഇരിക്കണേ. നമുക്ക് ഇട്ട് നോക്കാം. ശരിക്കും ഞെട്ടിപ്പോയി. ഞാനൊരു ഇൻഷേപ്പോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങക്ക് കാണാൻ പറ്റും. ഡ്രസ്സ് എനിക്ക് ലൂസാണ് ആക്ച്വലി വയറിന്റെ ഭാഗമൊക്കെ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്റെ എനിക്ക് എങ്ങനെയാന്ന് നിങ്ങളടുത്ത് പറയണ്ടേന്ന് അറിയില്ല. അത്രയും നമ്മള് അമ്മമാരാണ്. 2 കുട്ടികളുടെ അമ്മയാണ്. നമുക്ക് എന്താ പറയാ 2ാമത്തെ പ്രസവം ആവുമ്പേക്കും വയറ് മുന്നത്തേക്കാളും നമുക്ക് എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു. വയറ് കുറയ്ക്കാന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയായിരുന്നു ട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനും, അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള എക്സർസൈസ്. അത് എക്സർസൈസ് എന്ന് വെച്ചാ ഭയങ്കര ഹെവി ഒന്നല്ല. യോഗ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ട്ടോ. എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കും പറ്റും. സത്യം പറഞ്ഞാ എന്റെ കണ്ണീന്ന് വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കാ. ഞാൻ കുറെ പോയി തുടച്ചിട്ടാണ് വന്നേക്കണെ. അത്രയും ഒരു എന്താ പറയാ കോൺഫിഡൻസും ആത്മവിശ്വാസമാണ് എനിക്കുണ്ടായത്. ഇതിപ്പോ അത്ര വലിയ കാര്യൊന്നല്ലാന്ന് ചിലർക്ക് തോന്നും. പക്ഷെ എനിക്കിതൊരു വല്യ കാര്യായിരുന്നു ട്ടോ. അപ്പൊ നമുക്ക് പിന്നെ കാണാം.